ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കാത്തത് കാരണം തന്നെ രാത്രിയിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നേ. അപ്പോൾ ദേ കുറച്ച് മാന്തളും അതുപോലെ അയിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ദേ ചോറിനുള്ള അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ദേ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അയില ഞാൻ കറി വെക്കാമെന്നും മാന്തൾ നന്നായിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അയില ദേ പീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മാന്തൾ നല്ല മസാലയൊക്കെ കൂട്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിനിടയിൽ മുളക് പൊടി നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ദേ സിപ്പപ്പൊക്കെ മേടിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണേ. ഇതിനിടയിൽ ഞാൻ മീൻകറിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ചട്ടി ചൂടപ്പോൾ വെളിച്ചെണ്ണ വെച്ച് സവാള ഇട്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ അതിലോട്ട് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അതിനുശേഷം അതേ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഈ പേസ്റ്റിലാണ് പിന്നെ നമ്മൾ എന്തുണ്ടാക്കുന്നത്, മീൻകറി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വീഡിയോയിൽ കണ്ടതാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കിയാണ്. പിന്നെ അതിലേക്ക് കുടമ്പുളി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷമാണ് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇടേണ്ടത് കേട്ടോ. പിന്നെ തിളച്ച് പാകത്തിന് വേവാകുമ്പോൾ മാറ്റി വെക്കാം. അതിനിടയിൽ ഇന്ന് ഞാൻ പച്ചക്കറിക്ക് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മോളാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് ലാസിമോനും വരുന്നുണ്ട് അവൻ ചെയ്യാൻ. ലാസ്റ്റ് അവനും റെഡിയാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻകറി തിളച്ച് വെന്തിട്ടുണ്ട്, മാറ്റി വെച്ചു കേട്ടോ. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നന്നായിട്ട് ഒഴിക്കാം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കഴിക്കാൻ വേണ്ടി പോലാണ്. നല്ല മീൻകറി, മാന്തൾ ഫ്രൈ ചെയ്തതും നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. ട്രൈ ചെയ്യണം. ബൈ.